രക്ഷാപ്രവർത്തനം അതീവ മന്ദഗതിയിലാണല്ലേ? 6 മണിക്കൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. അതെ 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 ഈ എസ് പി ആണ് ഇപ്പോഴത്തെ പ്രശ്നക്കാരൻ. ഇവിടെ എന്താ പറയുക, ഈ ഓരോ ഉദ്യോഗസ്ഥന്മാരെ ഈഗോസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇതാണ്. നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇതൊക്കെ ഇത്രയും പെട്ടെന്ന്. അതാണ് ഇത് നമ്മുടെ നാട്ടിലില്ല, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. മാത്രമല്ല നമ്മളിപ്പോൾ KC വേണുഗോപാലുമായിട്ട് സംസാരിച്ചു. ഇപ്പൊ തന്നെ സിദ്ധരാമയ്യെ വിളിക്കാമെന്ന് അദ്ദേഹം നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കണം ഇനി ജില്ലാ കളക്ടർ അടക്കം വന്നത്. മാത്രമല്ല നോക്കൂ മനാഫെ, കഴിഞ്ഞ 5 ദിവസമായിട്ട് ഈ ഉന്നത ഉദ്യോഗസ്ഥരോ ഒരു മന്ത്രിയോ ആ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആവശ്യമില്ല. ഒരു മന്ത്രി പോലും ആ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വന്നിട്ടില്ല. ചീഫ് സെക്രട്ടറി എത്തിയിട്ടില്ല, DGP എത്തിയിട്ടില്ല, IG എത്തിയിട്ടില്ല. ആകെ 2 ഉദ്യോഗസ്ഥരെ. ഇതൊക്കെ അതെ. അപ്പോൾ ഇതിൽ മനാഫ് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്, അവിടെ ഉള്ളത്. നമ്മൾ ആ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്താൽ കാര്യങ്ങൾ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു 2 വഴി 20 അടിയോളം വീതിയുള്ള റോഡാണ്. ആ റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തായിരിക്കും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ ഇപ്പോൾ ക്ലീൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലേക്കുള്ള റോഡ് മാത്രമാണ്. അതെ, 20 എന്ന് പറഞ്ഞാൽ ഒരു ഇതിപ്പോ എത്ര ഉണ്ടാവും? ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 20 ഫൂട്ടിന്റെ ലൈനാ. അതെ, ഡബിൾ ലൈന് റോഡല്ലേ? അതെ. 20 ഫൂട്ടും പ്ലസ് നമ്മള് വണ്ടി ഒരു വീതി ഒരു 9 ഫൂട്ട് വീതിയുള്ള വണ്ടിയല്ലേ? 10 ഫൂട്ട് 9 ഫൂട്ട് റോഡിൽ നിന്ന് കുറച്ച് വിട്ടിട്ടല്ലേ ഉണ്ടാവുക. ഇത്രയും ഉള്ളിലേക്കാണ്. അതായത് ഇനിയൊരു 30 അടിയോളം ക്ലിയർ ചെയ്യാനുണ്ട്. ആ 30 അടിയോളം ക്ലിയർ ചെയ്യുന്ന പറയുമ്പോൾ ആ ഭാഗത്താണ് കൂടുതൽ മണ്ണുള്ളത്. ഉള്ളോട്ടേക്ക് നീളത്തിലല്ല, വീതിയിൽ. ഓക്കെ മനാഫെ, ഇത് മാത്രമല്ല അവിടെ എത്ര ടിപ്പറുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച ചിത്രങ്ങൾ പ്രകാരം നമ്മൾ എണ്ണി നോക്കിയപ്പോൾ പോലും അവിടെ ആകെ പ്രവർത്തിക്കുന്നത് 5 ടിപ്പറുകളാണ്. സ്പീഡ് പോലും ഇന്നില്ല. അതന്നെ, അത് അവിടുന്ന് മണ്ണെടുത്തിട്ട് ഇവിടെ ഒരു നാട്ടിൽ കൊണ്ടുവന്ന് തട്ടിയിട്ട് വണ്ടികൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനാഫ്, കൂടുതൽ ഈ JCBകളും കൂടുതൽ ഹിറ്റാച്ചികളും കൂടുതൽ ടിപ്പറുകളും അവിടേക്ക് അടിയന്തരമായി തന്നെ ഇറക്കേണ്ടതുണ്ടായിരുന്നു അല്ലേ? അതെ, ഒരുപാട് ടൈം നേരം വൈകി പോയി ചെയ്ത് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതൊന്നും നടക്കണില്ല. മനാഫ, ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്, വലിയ മഴ പെയ്യുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തേണ്ട സമയമാണ്. നമുക്ക് ഈ 3 മണിക്കൂർ ആദ്യമായിട്ടാണ് ഇത്ര നല്ല കാലാവസ്ഥ ആയത്. അതെ, ഇത് നല്ലൊരു സമയമാണ്. എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കളക്ടറും ഒരു SP ആണ് ഉള്ളത്. എന്തായാലും അത് പറയാതെക്കാൻ നിർവാഹമില്ല. മനാഫെ, രാവിലെ 5:30 രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപക്ഷെ അർജുനെ തിരികെ എടുക്കാമായിരുന്നു അല്ലേ? ഇപ്പോഴും പ്രതീക്ഷ ഉണ്ട്, വേറെ ഒന്നും സംഭവിക്കരുത് എന്നുള്ളതാണ്. അത് സാർ, ഇത് ഈ ടാറിട്ട റോഡാ. അതായത് ഈ മണ്ണ് ഈ ലോറി മാത്രം മൂടിയിട്ടേ ഉള്ളൂ. അതിൽ കൂടുതൽ ലോറിയിൽ നിന്ന് ഏറിയാൽ ഒരു 5-6 അടി ഹൈറ്റിൽ മണ്ണ് ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ അവിടെ ഉള്ള സ്ഥലം. അതിൽ കൂടുതൽ മണ്ണൊന്നും ആ ലോറി മൂടിയിട്ടില്ല. ഈ മനാഫ സ്ഥലം നേരിട്ട് ഇന്നലെ കണ്ടല്ലോ അല്ലേ? ആ റോഡൊന്ന് ഹൈവേ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവര് എന്താ പറയുക, നമ്മളെ നാട്ടിൽ നിന്ന് ഇത്രമാത്രം പ്രഷർ വരും വിചാരിച്ചിട്ടില്ല. അതെ, നമ്മളെല്ലാ മാധ്യമങ്ങളും ഉണ്ടെന്ന് മാത്രമല്ല, നമ്മൾ തത്സമയം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ഇതിന് പിന്നാലെ തന്നെയുണ്ട് മനാഫെ. ഇതിൽ നമ്മൾ ബന്ധപ്പെടാവുന്ന എല്ലാ ആൾക്കാരെയും ബന്ധപ്പെട്ടു. നമ്മൾ SP നാരായണയുമായിട്ട് സംസാരിച്ചപ്പോൾ നാരായണ ചില കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ സർക്കാർ ഇടപെട്ടതുകൊണ്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് SP പറയുന്നത്. നിങ്ങൾ സർക്കാർ ഇടപെട്ടു, അതുകൊണ്ട് റഡാർ കൊണ്ടുവരുന്നു. അതറിയാനല്ലോ ഏത് സർക്കാർ ഇടപെട്ടു എന്നുള്ളതല്ലോ. അർജുനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ആവശ്യം. ചെയ്യേണ്ടി, അത് വേറെ വിഷയം. മനാഫ്, ഒരു കാര്യം കൂടി, മനാഫ് ഇന്നലെ ആ സ്ഥലത്ത് പോയപ്പോഴേ, അത് മാത്രമല്ല ഇവിടുത്തെ നാട്ടിലുള്ള ആളുകളുണ്ട്. അതായത് ഇപ്പൊ ഈ മണ്ണൊക്കെ എടുത്തിടുന്നത് ഈ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ റെസ്റ്റോറൻറ്റിൻ്റെ മേലേക്കാണ് ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടൻ്റെ ഇടയിൽ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ആളുകൾ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മേലേക്കാണ് ഇപ്പോൾ ഈ മണ്ണുകളൊക്കെ എടുത്ത് ഇടുന്നത്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരൊന്നും സ്ഥലത്തില്ലേ മനാഫ്? ഹലോ, അത്ര ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി, മനാഫ് ഇന്നലെ പോയി കണ്ടപ്പോൾ അത്ര പ്രൊഫഷണൽ ആളുകൾ ആരും ഇല്ല. ഈ ട്രക്കിലേക്ക് ഓക്സിജൻ വരാനുള്ള ഒരു സാധ്യത, അല്പമെങ്കിലും സാധ്യത ആ മണൽക്കുമ്പാരത്തിനുള്ളിൽ കണ്ടിരുന്നു.
അല്ല, ഒന്നാമത് 30 ഫൂട്ടിന്റെ മുകളിൽ നീളമുള്ള ലോറിയാണ് നീളം. അഥവാ അതിന്റെ ലോറിന്റെ അടിയിലേക്ക് അങ്ങനെ അധികം മണ്ണ് പോയിട്ടില്ലെങ്കിൽ അവിടെ ജാമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ലോറിന്റെ അടിയിലും ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ആ പ്രതീക്ഷയാണുള്ളത്. ലോറിന്റെ ക്യാബിനൊന്നും ഉടഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഓക്കെ, എന്തായാലും നമുക്ക് ആ പ്രതീക്ഷയോടുകൂടി തന്നെ ഇരിക്കാം. മനാഫ്, ഇപ്പോൾ നമ്മളുടെ ആവശ്യം ഈ ഫോണ് രണ്ടാമത് റിങ് ചെയ്തതോട് കൂടിയിട്ട് ഓക്കെ, ഒരു കാര്യം കൂടി മനാഫ് ഞാനൊന്ന് സ്ഥിരീകരിച്ചോട്ടെ. അതായത് വണ്ടി റീസ്റ്റാർട്ട് ചെയ്തു എന്നത് ഉറപ്പാണോ? നമ്മുടെ വണ്ടി തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണോ? വണ്ടി അത് ക്ലിയർ ഒന്നല്ല. സ്റ്റാർട്ടായോ എന്തോ, അത് ഭാരത് ബെൻസിലെ കമ്പനിയിൽ നിന്ന് ഒരു പറയണത് വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു എന്ന് പറയുന്നു. അതെന്താ അതിൻ്റെ ഇതറിയില്ല. ഇത് സാറ് ഇവിടെയുള്ള ഈ മൊത്തം ഹൈവേൻ്റെ കാര്യം നോക്കിയാൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ഉണ്ടാവും. ഇതൊന്ന് കാണിച്ചു കൊടുത്തേക്ക്. ഇത് ഹൈവേ ഫുള്ളായിട്ട് ഇടിഞ്ഞും കൊണ്ടിരിക്കുക. ഇത് എല്ലാ ഹൈവേയിലും ഇത്ര ഹൈറ്റിൽ മണ്ണും ആ മണ്ണുകളൊക്കെ ഈ ടോട്ടൽ ഹൈവേയിൽ ഇങ്ങനെയാണുള്ളത്. ഇവിടെ എവിടെയെങ്കിലും അബദ്ധവശാൽ ഏതെങ്കിലും ഡ്രൈവർമാർ നിർത്തിയിട്ടുണ്ടെങ്കിൽ അടിയിലായി പോകും. ഒരു സിഗ്നലും ഈ വഴിയിലൊന്നുമില്ല. ഇവിടെ നിർത്തരുതെന്ന സിഗ്നൽ ഇല്ല. ഇവിടെ ഒരിടത്തും കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു സംരക്ഷണ ഭിത്തിയില്ല, അല്ലേ മനാഫ്? അല്ല, ഏതായാലും സാറിന് അറിയാലോ, ഇപ്പം നമ്മുടെ നാട്ടിലെ മാതിരിയല്ല, ഇതൊക്കെ വിജനമായി കിടക്കുന്ന കുന്നാണ്. ഇവർക്ക് ഈ കുന്നിന്റെ ഹൈറ്റൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിന് ഒരു നഷ്ടവും വരാനില്ല. ശരിയാണ് മനാഫ്, വലിയ അലംഭാവമാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനത്തിൽ പോലും ആ അലംഭാവമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ കോടിക്കണക്കിന് റുപ്യ മുടക്കിയിട്ട് ഈ റോഡ് ഉണ്ടാക്കണ, ഈ മണ്ണ് ഇവിടുന്ന് താത്താൻ അത്ര ആ ചെലവൊന്നും എന്തായാലും വരൂലല്ലോ. കറക്റ്റാണ് മനാഫ്. ആരെ കുടിയൊഴിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഇവിടെ അത്രയും കാലി സ്ഥലങ്ങൾ കിടക്കുക. ഇവരെന്താണ് രണ്ടുപേരെ മാത്രം ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോയത്? നിങ്ങളടക്കമുള്ള, ഇപ്പോൾ ലോറിയുടെ ഉടമ താങ്കളാണല്ലോ, താങ്കളെ അടക്കം കൊണ്ടുപോയിട്ടില്ല. അല്ല, എന്നോട് പോകാൻ പറഞ്ഞിരിക്കണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഓരവിടെ പോയിട്ടുണ്ടെങ്കിലേ നമുക്ക് നിങ്ങളോട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്കളിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടോ? എന്നോട് അങ്ങോട്ട് പോകാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, നമ്മളെ എല്ലാവരും വിടുമ്പോൾ പോവാന്നുള്ള ഇതിലാ. ഓക്കെ മനാഫ, കാര്യങ്ങൾ പോയി എന്തായാലും അറിയിക്കൂ. നമ്മൾ അതേപടി തന്നെ നമ്മൾ അറിയിക്കുകയും ചെയ്യാം. നമ്മൾ തുടർച്ചയായിട്ട് ഈ അധികാരികളെ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു മനാഫ്. ഓക്കെ, താങ്ക് യു.